എത്ര വിദ്യാഭ്യാസം കുറഞ്ഞവനാണെങ്കിലും, ബൈബിൾ കോളേജിൽ പഠിച്ചവനോ പഠിക്കാത്തവനോ ആണെങ്കിലും, നീ താഴ്മയോടെ എനിക്ക് അങ്ങേ അറിയണം, എനിക്ക് അങ്ങേ കാണണം, എനിക്ക് അങ്ങേ ദർശിക്കണം എന്ന് പറഞ്ഞ് ഈ തിരുവെഴുത്തുകളെ സമീപിച്ചാൽ അവൻ തിരുവെഴുത്തുകളെ നിന്റെ മുമ്പിൽ ഒരു അധ്യാപകനെ പോലെ, ജീസസ് ദ റബ്ബായ്, ജീസസ് ദ ടീച്ചർ, യേശു എന്ന അധ്യാപകൻ നിന്റെ കൂടെ ഇരുന്ന് ഈ പുസ്തകം നിനക്ക് തുറന്നു തരും. അവൻ തുറക്കും തോറും നിന്റെ ഉള്ളം യേശുവിനെ പ്രതി കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കും. ആമേൻ. അങ്ങനെ വന്നാൽ എന്നെയും നിന്നെയും നമ്മുടെ സഭകളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായം എഫേസോസ് സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കുകൾ നമ്മെക്കുറിച്ച് ഉച്ചരിക്കേണ്ടി വരത്തില്ല. എഫേസോസ് സഭയെ നോക്കി പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്നെക്കുറിച്ച് ഒരു കുറവ് എനിക്ക് പറയാനുണ്ട്, നീ ആദ്യ സ്നേഹത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. അത് ഏറ്റവും വലിയ കുറവാണ്. ആ കുറവ് നമ്മിൽ പരിശുദ്ധാത്മാവ് കാണാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സ്കാനിങ് മെഷീൻ നമ്മുടെ അടുക്കലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ അന്തരാത്മാവ് യേശു 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 എന്ന സ്നേഹത്താൽ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ അനുഭവത്തിലായിരിക്കട്ടെ. ഉത്തമഗീത പുസ്തകങ്ങൾ പറയുന്നത് പോലെ അനേക വെള്ളങ്ങൾക്ക് കെടുത്തിക്കളവാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ ജ്വാല നമ്മിൽ നിന്ന് തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.